ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു മനോഹരമായ വാക്യമുണ്ട്. ഇമാജിനേഷൻ ഇസ് എവറിത്തിങ്. ഇറ്റ്സ് ദി പ്രിവ്യൂ ടു ലൈഫ്സ് കമ്മിങ് അട്രാക്ഷൻസ്. നമ്മൾ ഭാവനയിൽ കാണുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്ഭുതങ്ങളുടെ പ്രിവ്യൂ ആണ്, ഒരു പൂർവ്വദർശനമാണ്. അത് സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ നമ്മുടെ കൺമുൻപിൽ കാണുന്ന ഏതൊരു കാര്യവും ഒരിക്കൽ ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യമാണ്. സ്റ്റീവ് ഹാർവിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഭാവനകൾ, ഇമാജിനേഷൻസ്, കാണാത്ത കാര്യങ്ങൾക്കുള്ള, വരാനിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള തെളിവാണ്, എവിഡൻസ് ആണ്. നിങ്ങൾക്ക് ഒരു വീട് വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതെല്ലാം ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രിവ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭാവനയിൽ കാണുന്നതും. പലരും തങ്ങളുടെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരായും കൂട്ടുകാരായും പങ്കുവെക്കാറുണ്ട്. എന്നാൽ അവരിൽ നിന്നും കിട്ടുന്ന നെഗറ്റീവായ പ്രതികരണങ്ങൾ അവയിൽ നിന്നും അവർ പിന്മാറാൻ കാരണമാകാറുണ്ട്. നെഗറ്റീവായ പ്രതികരണങ്ങൾ തരുന്ന ആളുകൾക്ക് അത് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം. സത്യത്തിൽ ഈ സ്വപ്നങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് താങ്കൾക്കാണ്, അവർക്കല്ല എന്ന് സ്റ്റീവ് ഹാർവേ പറയുന്നു. സ്റ്റീവ് ഹാർവേ തന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. തന്റെ ചെറുപ്പകാലം മുതൽ ഒരു ടെലിവിഷൻ സ്റ്റാർ ആകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അദ്ദേഹം ഭാവനയിൽ കാണാൻ തുടങ്ങി. ഒരിക്കൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എഴുതുവാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. ഈ ഒരു സമയത്ത് സ്റ്റീവ് ഹാർവേക്ക് ശക്തമായ വിക്കലുണ്ടായിരുന്നു. വീടിന് പുറത്തിറങ്ങിയാൽ വിക്കാതെ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ടീച്ചർ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു ടെലിവിഷൻ സ്റ്റാർ ആകണമെന്ന് സ്റ്റീവ് ഹാർവേ എഴുതി. ടീച്ചർ ഓരോ കുട്ടിയും എഴുതിയ കാര്യങ്ങൾ വായിച്ചു. ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ എന്നിങ്ങനെ. എന്നാൽ സ്റ്റീവ് എഴുതിയത് വായിച്ചപ്പോൾ അദ്ദേഹത്തോട് ക്ലാസിന്റെ മുന്നിലേക്ക് വരുവാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. സ്റ്റീവ് കരുതിയത് തന്റെ ഉത്തരം മികച്ചതായതുകൊണ്ടാണ് ടീച്ചർ തന്നെ ക്ലാസിന്റെ മുന്നിലേക്ക് വിളിപ്പിക്കുന്നതെന്നായിരുന്നു. ടീച്ചർ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? ഈ സ്കൂളിൽ ഇതുവരെ ആരാണ് ടെലിവിഷനിൽ വന്നിട്ടുള്ളത്? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുവരെ ടെലിവിഷനിൽ വന്നിട്ടുണ്ടോ? നിന്നെ തന്നെ നോക്ക്, നിനക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള നിന്നെ ആരെങ്കിലും ടെലിവിഷനിൽ എടുക്കുമോ? വർഷങ്ങൾ കടന്നുപോയി. സ്റ്റീവ് പല കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയെങ്കിലും അവസാനം ടെലിവിഷൻ സ്റ്റാർ തന്നെയായി മാറി. അങ്ങനെ കുറച്ചു നാളുകൾ അദ്ദേഹം തന്റെ ടീച്ചറിന് എല്ലാ ക്രിസ്മസിനും ഒരു പുതിയ ടെലിവിഷൻ അയച്ചു കൊടുക്കുമായിരുന്നു. തന്റെ ഒരു എപ്പിസോഡ് പോലും നഷ്ടപ്പെടാതെ, മിസ് ചെയ്യാതെ കാണുവാൻ വേണ്ടി. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളെ ദൈവം ഇതുവരെ കൊണ്ടുവന്നത് നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല. നിങ്ങൾ ദിവസവും രാവിലെ ഉണരുന്നത് ഒരു ദിവസം അത് യാഥാർത്ഥ്യമാകുന്നത് കാണുവാൻ വേണ്ടിയാണ് എന്ന് സ്റ്റീവ് ഹാർവേ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ഭാവന ഒരിക്കൽ യാഥാർത്ഥ്യമാകുന്നത് കാണുവാൻ കാത്തിരിക്കുക, അതിനായി പ്രവർത്തിക്കുക. അത് സംഭവിക്കുക തന്നെ ചെയ്യും.